ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 3. ഭദ്ര ഉമ്മറത്തിരുന്ന് ഏതോ ബുക്ക് റെഫറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും വിളിച്ച അമ്മയെ അവനൊരു ചോദ്യഭാവത്തോടുകൂടി നോക്കി. അത് നിനക്കിന്ന് കോളേജുണ്ടോ? അവരൊട്ടൊരു പരുങ്ങലോടെ ചോദിച്ചു. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് പോകേണ്ടി വരും. കോളേജിലേക്കുള്ള അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്താ അമ്മേ? ചോദിച്ചുകൊണ്ട് തന്നെ കയ്യിലിരിക്കുന്ന ബുക്കിലേക്ക് വീണ്ടും മുഖം പൂഴ്ത്തിയവൻ. കണിയാപുരത്തെ അസംഷൻ കോളേജിലെ ലെക്ചറാണ് ഭദ്രൻ. ഇപ്പോൾ അവധിക്കാലമായതിനാൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പോകേണ്ടി വരികയുള്ളൂ. മംഗലശ്ശേരിയിലെ വിമലക്കൊച്ചു വരുന്നുണ്ടെന്ന്. കൂടെ അവളുടെ മോളും ഉണ്ട്. നീ അറിഞ്ഞു കാണുമായിരിക്കും വിമല ഡൈവോഴ്സായ കാര്യം. ഒട്ടൊരാകുലതയോടു കൂടിയാണ് ലക്ഷ്മി അത് പറഞ്ഞത്. കാരണം കല്യാണം കഴിഞ്ഞ് താൻ ഈ വീട്ടിൽ രവിയേട്ടനോടൊപ്പം കൈപിടിച്ച് കയറുമ്പോൾ വിമലയ്ക്ക് 5 വയസ്സായിരുന്നു. എന്തിനും ഏതിനും തൻ്റെ സാരിത്തുമ്പിൽ തൂങ്ങി നടന്ന ഒരു കുട്ടിയുടുപ്പുകാരി. അവൾക്ക് 10 വയസ്സായപ്പോഴാണ് ഭദ്രൻ ഉണ്ടായത് തന്നെ. 20 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും വിമലയുടെ കല്യാണവും കഴിഞ്ഞിരുന്നു. ഓരോന്നാലോചിച്ചുകൊണ്ട് അവർ ഭദ്രനെ ഒന്ന് നോക്കി. അറിയാം. അവനൊന്ന് മൂളി കേട്ടു. ഇന്ന് ഉച്ചയോടുകൂടി അവർ എയർപോർട്ടിലെത്തുമെന്ന്. തറവാട്ടിലെ ഡ്രൈവറിൻ്റെ കൊച്ചിന് സുഖയില്ലെന്ന് പറഞ്ഞ് അയാൾ വീട്ടിലേക്ക് പോയിരിക്കുക. വേറെ ആരെയും വണ്ടി ഓടിക്കാൻ കിട്ടിയില്ലെന്ന് കൃഷ്ണേട്ടനിപ്പോൾ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. നീയൊന്ന് അവരെ വിളിച്ചോണ്ട് വരുമോയെന്ന് എന്നോട് ചോദിച്ചു. ഇത്തിരി പരുങ്ങലോടുകൂടിയാണ് ലക്ഷ്മി കാര്യം അവതരിപ്പിച്ചത്. ഭദ്രൻ അത് കേട്ടതും കുറച്ചു നേരം ആലോചിച്ചു കൊണ്ടിരുന്നു. ഒന്നും പറഞ്ഞില്ല. മകൻ്റെ മൗനം കണ്ടതും അവരൊന്നുകൂടി ആരാഞ്ഞു. എപ്പോഴാ ഫ്ലൈറ്റ് ടൈം? 12 ആവുമ്പോഴേക്ക് എത്തുമെന്നാ പറഞ്ഞേക്കുന്നേ. അവർ സന്തോഷത്തോടുകൂടി അറിഞ്ഞു. ഞാൻ പൊയ്ക്കോളാം. അമ്മ തറവാട്ടമ്മയോട് വിളിച്ചു പറഞ്ഞേക്ക്. അത്രമാത്രം പറഞ്ഞിട്ട് അവൻ വീണ്ടും ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു. കോളേജിലേക്ക് ഫോൺ വിളിച്ച് അങ്ങോട്ടേക്ക് വരുവാൻ അസൗകര്യം ഉണ്ടെന്ന് അറിയിച്ചതിന് ശേഷം ഭദ്രൻ കാറും എടുത്ത് എയർപോർട്ട് ലക്ഷ്യമാക്കി ഓടിച്ചു. വണ്ടിയിലിരിക്കുമ്പോഴെല്ലാം വിമലയെക്കുറിച്ചായിരുന്നു അവൻ്റെ ആലോചന മുഴുവനും. കുഞ്ഞുനാളിലൊരു ചേച്ചി ഇല്ലാത്തതിൻ്റെ വിഷമം തീർത്തത് വിമലേച്ചിയായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ തന്നെ പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു ആള്. 10 വയസ്സിൻ്റെ മൂപ്പുണ്ടായിരുന്നതിനാൽ മറ്റു കാര്യങ്ങൾ നോക്കുന്ന പോലെ തന്നെ അവൻ്റെ പഠനകാര്യങ്ങളും ചേച്ചി ശ്രദ്ധിച്ചിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കോളേജിൽ പഠിക്കുന്ന ആരെയോ ചേച്ചിക്ക് ഇഷ്ടമായിരുന്നു എന്ന്. അന്ന് കൃഷ്ണച്ചൻ്റെ എതിർപ്പോ തറവാട്ടമ്മയുടെ കണ്ണീരോ ചേച്ചി കണ്ടില്ല. ഒടുക്കം രാജീവനായിട്ടായി തന്നെ വീട്ടുകാരുമായി കല്യാണം ആലോചിച്ചുകൊണ്ട് മംഗലശ്ശേരിയിലേക്ക് വന്നപ്പോൾ കൃഷ്ണച്ചനും മകളുടെ സങ്കടങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനാകുമായിരുന്നില്ല. ഒടുവിൽ വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നടന്നു. ഹൈദരാബാദിൽ ബിസിനസ് തുടങ്ങിയിരുന്നു രാജീവൻ അപ്പോഴേക്കും. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയത് പിന്നെ ആദ്യമൊക്കെ ചേച്ചി വിളിയും പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിളിയുടെ ദൈർഘ്യങ്ങൾ കുറഞ്ഞു വന്നു. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് എപ്പോഴോ അതും നിന്നുപോയി. വർഷത്തിലൊരു പ്രാവശ്യം നാട്ടിൽ വരുന്നവർ പിന്നീട് 3-4 വർഷത്തെ ഇടവേള എടുത്തു തുടങ്ങി. പിന്നീട് ഇപ്പോഴാണ് ഈ വരവെന്ന് സങ്കടത്തോടെ അവൻ ഓർത്തു. പാർവതിയെ പോലും കുഞ്ഞിലെ കണ്ട ഓർമ്മയുള്ളൂ തനിക്ക്. ഓരോന്നാലോചിച്ചുകൊണ്ട് എയർപോർട്ട് വരെ വന്നതുപോലും അവൻ അറിഞ്ഞില്ല. വണ്ടി പാർക്കിങ്ങിൽ കൊണ്ട് നിർത്തിയിട്ട് അവൻ അതിൽ നിന്നും ഇറങ്ങി. ഏകദേശം 1 മണിക്കൂറോളം വണ്ടി ഓടിച്ചതിനാലാവാം അവനൊന്ന് മൂരി നിവർത്തി. ശേഷം വെള്ളമുണ്ടൊന്ന് മടക്കി ഒടുക്കിയിട്ട് അവൻ അറൈവൽ ലക്ഷ്യമാക്കി നടന്നു. കയ്യിൽ കിടക്കുന്ന ഡിജിറ്റൽ വാച്ചിലേക്ക് നോക്കിയപ്പോൾ ഏകദേശം 12 മണി കഴിഞ്ഞിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും അവനൊരു കോള് വന്നത്. ഭദ്രൂട്ടാ. കോൾ അറ്റൻഡ് ചെയ്ത് ചെവിക്ക് അരികിൽ വെച്ചപ്പോൾ തന്നെ മറുവശത്തു നിന്നുള്ള ശബ്ദം കേട്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു പോയിരുന്നു. വിമലേച്ചി. 3 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ ചുണ്ടിലൊരു വിടർന്ന പുഞ്ചിരി നിറഞ്ഞു. എവിടാ നീയ്? ഇപ്പോഴും പണ്ടത്തെ ആ ശബ്ദത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നവൻ ഓർത്തു. ഞാനിവിടെ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. ചേച്ചി വായോ. ഫോൺ കട്ട് ചെയ്ത് ആകാംക്ഷയോടെ കണ്ണാടി ഭിത്തിക്കപ്പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നവൻ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും
ചേച്ചി ഒരു ട്രോളിയും തള്ളിക്കൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടു. വലിയ മാറ്റങ്ങളൊന്നും തന്നെയില്ല. പതിവ് പോലെ തന്നെ സാധാരണ ഒരു കോട്ടൺ സാരിയാണ് വേഷം. മുടി അലസമായി മുന്നിലേക്ക് തന്നെ പിന്നിയിട്ടിട്ടുണ്ട്. കരഞ്ഞു തളർന്നതിൻ്റെ ആവാം ആ വെളുത്തു മെല്ലിച്ച മുഖം ചുവന്ന് നീര് വെച്ചതുപോലെ കാണപ്പെട്ടു. ഹദ്രൂട്ടാ ഓടി വന്ന് തൻ്റെ കയ്യിൽ പിടിച്ചപ്പോഴേക്കും ചേച്ചിയുടെ കണ്ണുകളിൽ നീര് പൊടിഞ്ഞത് കണ്ടു. യാത്രയൊക്കെ സുഖമായിരുന്നോ ചേച്ചി? ആ മുഖത്തെ ദുഃഖം കണ്ടിട്ട് വിഷമം തോന്നിയെങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. സുഖം മോനെ. വിമല അവൻ്റെ ചുവലിൽ വാത്സല്യത്തോടെ ഒന്ന് തഴുകി. അല്ല, മോളെവിടെ? വിമലയുടെ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് ഭദ്രൻ ചോദിച്ചു. ദാ വരുന്നു. അവൻ അവർ ചൂണ്ടിയിടത്തേക്ക് നോട്ടം പായിച്ചപ്പോൾ കണ്ടു ഒരു ജീനിൻ്റെ ഷോർട്ടും പിങ്ക് സ്ലീവ്ലെസ് ടീഷർട്ടും കാലിൽ വൈറ്റ് സ്നിക്കറും ഇട്ടുകൊണ്ട് തങ്ങൾക്കരികിലേക്ക് പതിയെ നടന്നു വരുന്ന ഒരു കൗമാരക്കാരിയെ. കുട്ടിത്തം വിട്ടുമാറാത്ത പെൺകുട്ടി. തോളറ്റം വരെ വെട്ടി നിർത്തിയ കളർ ചെയ്ത സിൽക്ക് പോലെയുള്ള മുടിയിഴകളും കറുത്തു നീണ്ട കട്ടിയുള്ള പിരികങ്ങളും ഐ മേക്കപ്പിട്ട വലിയ കണ്ണങ്ങളും ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗമില്ലാതെ തന്നെ ചുവന്നു തൊടുത്ത ആദരങ്ങളും അവളെ ഒരു മോഡലിനെ പോലെ തോന്നിപ്പിച്ചു. എങ്കിലും പെണ്ണിൻ്റെ കണ്ണുകളിൽ മുറ്റിയിരുന്ന വിഷാദഭാവം ഭദ്രന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു. മമ, ഷാൽ വി ഗോ? അടുത്തു നിന്നവനെ ഒരു നോട്ടം കൊണ്ടും പോലും ശ്രദ്ധിക്കാതെ ഇത്തിരി ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നവളെ കണ്ട് ഭദ്രൻ്റെ നെറ്റി ചുളിഞ്ഞു. അവൾക്കിവിടം പിടിക്കില്ല, അതാ. പാർവതിയുടെ പ്രവൃത്തിയിൽ മനം നൊന്ത് വിമല അവനെ നോക്കി ഒന്ന് പതർക്കൊണ്ട് പറഞ്ഞു. വണ്ടി ഇത്തിരി മുൻപിലായിട്ടിരിക്കുന്നേ, നടന്നോളൂ. അവരുടെ കയ്യിൽ നിന്നും ട്രോളി കയ്യിൽ വാങ്ങിക്കൊണ്ട് അവൻ മുന്നോട്ടേക്ക് നടന്നു. വണ്ടിക്കരികിലെത്തി ഡിക്കി തുറന്ന് ബാഗുകൾ ഓരോന്നായി അടുക്കി വെച്ചപ്പോഴേക്കും പാറു അകത്തേക്ക് കയറിയിരുന്ന് ഫോണിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നുണ്ടായിരുന്നു. വിമലയും അവളുടെ അരികിൽ പിൻ സീറ്റിലേക്കായി കയറി. നീ കഴിച്ചിട്ടാണോ ഭദ്രൂട്ടാ വന്നേ? അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നപ്പോഴേക്കും വിമല ചോദിച്ചു. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ വീട്ടിലെത്തില്ലേ ചേച്ചി? എന്നിട്ട് കഴിക്കാം. എനിക്ക് പുറത്തെ ഫുഡ് കഴിക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്കെടുത്തു. ഡ്രൈവർ, എവിടെയെങ്കിലും നല്ലൊരു ജ്യൂസ് സെൻ്റർ ഉണ്ടെങ്കിൽ ഒന്ന് നിർത്തിക്കോ. ഹോ, വല്ലാത്ത ദാഹം. ഫോണിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് തന്നെ തനിക്ക് നിർദ്ദേശം തരുന്നവളെ ഒട്ടൊരു നീരസത്തോടുകൂടി അവൻ റിയർ വ്യൂ മിററിലൂടെ നോക്കി. അടുത്തിരിക്കുന്ന വിമലേച്ചിയുടെ വിളറിയ മുഖത്തേക്ക് നോക്കി അവനൊന്ന് കണ്ണു ചിമ്മി കാട്ടി. സാരില്ല എന്ന രീതിയിൽ. അവർ വന്നുവെന്നാ തോന്നുന്നേ കൃഷ്ണേട്ടാ. തറവാടിന് മുൻപിൽ ഭദ്രൻ്റെ വണ്ടി വന്ന് നിന്നപ്പോഴേക്കും നാരായണി ഉമ്മറത്തു നിന്നും മുറ്റത്തേക്കുള്ള പടികൾ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. വെളുത്തു മെലിഞ്ഞ് 65ഓളം വയസ്സ് പ്രായം വരുന്ന സ്ത്രീയായിരുന്നവർ. കണ്ടാൽ വിമനയെപ്പോലെ തന്നെ ഇരിക്കും. ഇനി പതുക്കെ, അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ? ശാസനയോടെ ഭാര്യയുടെ പിന്നാലെ കൃഷ്ണനും അങ്ങോട്ടേക്ക് ഇറങ്ങി. മോളെ, നീ ഒരുപാട് ക്ഷീണിച്ചു. വണ്ടി നിന്ന ഉടനെ തന്നെ പിൻ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന വിമലയെ കണ്ട് അവളുടെ കയ്യിൽ പിടിച്ചെന്നമർത്തിയവർ. ഇങ്ങോട്ടേക്ക് വന്നില്ലേ അമ്മേ? ഇനിയിപ്പോൾ എല്ലാം ശരിയാവും. ഉള്ളിൽ നിന്നും തികട്ടി വരുന്ന വിങ്ങലുകളെ തൊണ്ടക്കുഴിയിൽ അമർത്തി വെച്ചുകൊണ്ട് പുഞ്ചിരിക്കുവാനായി ഒരു ശ്രമം നടത്തിയവർ. എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ മഹാദേവ, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? അവരുടെ കുഴിഞ്ഞ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ താഴേക്കൊഴുകി കവളിന് മുകളിൽ പടർന്നൊഴുകി. എന്താ നാരായണി ഇത്? അവനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നീ ഇങ്ങനെ തുടങ്ങിയാലോ? കൃഷ്ണൻ അവനെ ഒന്ന് ശാസിച്ചിട്ട് മകൾക്കരികിലേക്കായി ചെന്ന് നിന്നു. പാറു, പാറു അവളെവിടെ? കൃഷ്ണൻ മകളോട് ചോദിച്ചു. അയാൾ കാറിന് നേർക്ക് നോക്കിയതും പിൻ സീറ്റിൻ്റെ ഡോർ തുറന്ന് പാർവതി പുറത്തേക്കിറങ്ങി വന്നതും ഒരുപോലെ ആയിരുന്നു. സുഖാണോ മോളെ? അയാൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സുഖം മുത്തശ്ശ. കഴിഞ്ഞ 7-8 വർഷങ്ങളായി നാട്ടിൽ വന്നിട്ടില്ലെങ്കിലും ലേശം പോലും അപരിചിതത്വം തോന്നാത്ത രീതിയിലാണ് അവൾ സംസാരിച്ചത്. അകത്തേക്ക് വാ മക്കളെ. നാരായണി അവളുടെ കൈ പിടിച്ച്
അകത്തേക്ക് കയറുവാനായി തുടങ്ങുമ്പോഴേക്കും ഭദ്രൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഭദ്ര, നീയും അകത്തേക്ക് വാ, ഇന്നത്തെ ഊണ് ഇവിടുന്നാവാം. കൃഷ്ണൻ അവൻ അരികിലേക്ക് ചെന്ന് നിന്ന് പറഞ്ഞതും അവനൊന്ന് നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് ഡിക്കി തുറന്ന് ബാഗുകളെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചു. വാ ഭദ്ര, അയാൾ ഒരു ആവർത്തി കൂടി വിളിച്ചു. വേണ്ട കൃഷ്ണച്ച, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം, അമ്മ അവിടെ നോക്കിയിരിക്കും. ബാഗുകളെല്ലാം തന്നെ എടുത്ത് ഉമ്മറത്തെ വലിയ ഹാളിലേക്ക് കയറ്റി വെക്കുന്നതിനിടെ അവൻ പറഞ്ഞു, അകത്തേക്ക് കയറ്റി വെക്കണോ വിമലേച്ചി? അവർ കൊണ്ടുവന്ന 3 ട്രോളുകളും ഇത്തിരി ഭാരക്കൂടുതലുള്ളതായിരുന്നതിനാൽ അവനൊന്ന് സംശയിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ മുകളിലത്തെ മുറിയിലേക്കൊന്ന് കയറ്റി വെച്ച് തരാമോ? അവരൊട്ടൊരു വല്ലായ്മയോടെ അവനെ നോക്കി. കാരണം സ്റ്റെപ്പ് കയറി അതെല്ലാം മുകളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ത്രീയെ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ലായിരുന്നു. അതെന്താ ചേച്ചി, ഞാനാക്കിത്തരാം. 2 കൈയിലും ഓരോ ബാഗും തൂക്കിക്കൊണ്ട് അവൻ അനായാസ ആ പടികൾ കയറി. 2ാമത്തെ നിലയിലെ ഇടത്തുവശത്ത് കാണുന്ന ആദ്യത്തെ മുറിയാണ് വിമലേച്ചിയുടേതെന്ന് നേരത്തെ തന്നെ അറിയാവുന്നതിനാൽ അവൻ ലഗേജുമായി നേരെ അതിനകത്തേക്ക് പ്രവേശിച്ചു. കുഞ്ഞുനാളിൽ ഒരുപാട് പ്രാവശ്യം ആ മുറിയിൽ താൻ കയറിയിറങ്ങി നടന്നതാണ്. കൃഷ്ണച്ചനോ നാരായണിയമ്മയ്ക്കോ അതിനൊരു പ്രശ്നമില്ലായിരുന്നു താനും. ആൺമക്കളില്ലാതിരുന്ന അവർക്ക് താൻ ഒരു മകനെ പോലെയായിരുന്നു എന്നവൻ മനസ്സിലോർത്തു. ഹൗ ഡെയർ യു ആർ! അകത്തേക്ക് കാലെടുത്ത് കുത്തിയതും ആരുടെയോ ആക്രോശം കേട്ട് അവൻ അവിടെ തന്നെ ഒട്ടൊരു സംശയത്തോടെ നിന്നുപോയി. ഭദ്രൻ നെറ്റി ചുളിച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു, കട്ടിലിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചുകൊണ്ട് ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർവതിയെ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. ദയവ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് റിവ്യൂ കമൻറ്റ് ഇടണേ പിള്ളേരെ. പിന്നെയുണ്ടല്ലോ, വീണ്ടും വീണ്ടും പറയുകയാണ്, ഒരുപാട് പേര് വായിക്കാനുണ്ട് സ്റ്റോറി, പക്ഷേ ആരും സബ്സ്ക്രൈബേഴ്സ് ആവുന്നില്ല കേട്ടോ. ഇനിയും ചെയ്യാത്തവരോടാണ് കേട്ടോ, ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിള്ളേരെ, പ്ലീസ്.